നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഗാസയിൽ തുടങ്ങിയിട്ടുള്ള യുദ്ധം കൂടുതൽ കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ദിനംപ്രതി അവിടെ നിന്ന് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ മാരകമായ ആക്രമണമാണ് ഗാസ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആക്രമണത്തിൽ ഏകദേശം ഒരു 40 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളടക്കം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. 250-ലധികം പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിലാകെ ജലവിതരണ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഗാസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ വ്യോമാക്രമണമുണ്ടായി. 4 പേരാണ് കൊല്ലപ്പെട്ടത്. റാഫേലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 പേരും കൊല്ലപ്പെട്ടു. ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഷുജായിയിൽ മാത്രം 3/4 ലക്ഷം പേർ കുടിയൊഴിയാൻ നിർബന്ധിതരായെന്നും UN വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിക്കും മുൻപ് വീണ്ടും ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ. അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 2026 ശേഷം ലെബനാൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ എന്താകും അവിടെ സംഭവിക്കുക? അതിന്റെ തുടർച്ചയെന്നോണം പിന്നീട് അങ്ങോട്ട് യുദ്ധം വ്യാപിക്കുമോ എന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തൊക്കെ ആയുധങ്ങളാണ് ഇസ്രായേലിനെ നേരിടാൻ ഹിസ്ബുള്ളയുടെ പക്കലുള്ളത്? കഴിഞ്ഞ 9 മാസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 7 മുതലാണ് ഇസ്രായേലും അയൽ രാജ്യമായ ലെബനാനിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷം ക്രമേണ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ജൂണിലാണ് അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറുന്നത്. ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു. മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരുന്നു. ജൂൺ 12-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഒപ്പം ജൂൺ 18-ന് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത്. ആംഡ് കോൺഫ്ലിക്റ്റ് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രൊജക്ട് അനുസരിച്ച് ഇസ്രായേലും ഹിസ്ബുള്ളയും ലെബനനിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിൽ 2023 ഒക്ടോബർ 7 മുതൽ 2024 ജൂൺ 21 വരെ ഏകദേശം 7400 ആക്രമണങ്ങളാണ് നടന്നത്. ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് 543 ലെബനീസ് പൗരന്മാരും 18 സൈനികരും ഉൾപ്പെടെ 28ഓളം പേർ ഇസ്രായേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയൽ രാജ്യമായ ലെബനനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേതിന് സമാനമാക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലെബനൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രതികരണം പുറത്തു വന്നത്. യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ലെബനാനെ തരിപ്പണമാക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായി അറിയാമെന്നും US സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും പരസ്പരം വെടിയുതിർക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ഷിയ വിഭാഗം സംഘടനയായ ഹിസ്ബുള്ള പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രായേലിലെ പ്രധാന വെല്ലുവിളിയാണ്. മുൻപ് 2006-ലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമുണ്ടായത്. അതിലാകട്ടെ വിജയം നേടാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല. ഇസ്രായേലിന്റെ ലക്ഷ്യം ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നെങ്കിലും ലെബനൻ സംഘം കൂടുതൽ ശക്തിയായി വരികയും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറുകയായിരുന്നു. ഇന്ന് ഏകദേശം 1,20,000-ഓളം കരുതൽ ശേഖര ആയുധങ്ങൾ സിറിയയിലും ലെബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം ഇറാന്റെ പിന്തുണയും സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി സായുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഹിസ്ബുള്ളയുടെ ചെറു സംഘങ്ങൾ, ഗ്രൂപ്പുകൾ മലഞ്ചെരിവുകളിലെ മരങ്ങൾ, ഗുഹകൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ മറവിലാണ് റോക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ട്. ഒപ്പം തുരങ്കങ്ങളുടെയും ബങ്കറുകളുടെയും ഒരു ശൃംഖല തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഈ മേഖലകളിലുണ്ട്. ആയുധങ്ങൾ കൈമാറാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കും ഹിസ്ബുള്ള ഇവയാണ് ഉപയോഗിച്ചു പോരുന്നത്. അതേസമയം മറുഭാഗത്ത് ഇസ്രായേലും അതിശക്തരാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രായേൽ. അയൺ ഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും നിലവിലുള്ളത്.
ഇസ്രായേൽ ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലെബനൻ വിടാൻ ഉപദേശിച്ചിരിക്കുകയാണ്. രാജ്യത്ത് നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡയും. ലെബനനിലേക്കുള്ള യാത്ര സംബന്ധിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് അമേരിക്കയും US പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.